ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. അതിന് ഏറ്റവും മിടുക്കനായ MLA ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന MLA ആണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം, സംസാരിക്കാം. MLA ആവട്ടെ എന്ന്. MLA ആയിട്ട് കിട്ടുണ്ടോ ഇല്ല എന്നല്ലേ നോക്കണ്ട്. നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചിട്ടോ MP ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? അഷ്റഫ് അലി സംസാരിക്കോ MP-യോട്? ഒന്ന് പറ. പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്ക്. ഞാൻ വിളിക്കാം സ്വരാജിനെ. ഒന്ന് വിളിക്കുക എൻ്റെ MP-നെ. വേറെ ബടായി അടിക്കല്ല മോനെ. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരനെ പറയും ഞങ്ങൾ കുടുങ്ങിന്ന്. മരിച്ചാ വരലുണ്ടോ? അപകടം ഉണ്ടായ വരലുണ്ടോ? വന്യജീവി ആക്ട് ആരുടെ പ്രശ്നം? അപ്പൊ ആന ചവിട്ടിയ പറയുണ്ടല്ലോ. ഇത് മറ്റേ ആൾ പോയത് എന്തുകൊണ്ടാ അറിയോ? സ്ഥാനാർത്ഥി ആയതുകൊണ്ടാ. സ്ഥാനാർത്ഥിയാവാൻ കുപ്പായിട്ടോണ്ടാ. സ്ഥാനാർത്ഥിയാവാൻ കുപ്പായിടുകയും പിന്നെയും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചു നടക്കുന്നവരും ഇങ്ങനെ ഷോ വർക്ക് നടത്തും. സ്വരാജിന് അതിന്റെ ആവശ്യമില്ല. സ്വരാജ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമായിരുന്നു. ഈ കേരളത്തിലെ പാർട്ടിയെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പ്രതിസന്ധിയും പ്രയാസവും അറുതി വരുത്തുന്നതിന് ഈ നാടിനെ കൂട്ടായി കൊണ്ടുപോകുന്നതിന്റെ നേതൃത്വമായിരുന്നു അദ്ദേഹം. വന്നിട്ട് എടക്കര പഞ്ചായത്തിലെ ബെഞ്ചുമ കുത്തിരുന്നിട്ട് സിഗരറ്റും വലിച്ച് വർത്താനം പറയണം, ആന കുത്തിയെടുത്ത് പോകണം എന്നല്ല പറയണം.